ഗായ്സ്, അപ്പോൾ ഇത് മാങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ മാങ്ങയാണെന്ന്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അമ്മയുടെ ഫ്രണ്ടിൻ്റെ പേര് അബി. ഞങ്ങൾ വിളിക്കുന്നത് അബി ആൻറ്റി എന്നാണ്. അമ്മയ്ക്ക് ഫ്രണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് ആൻറ്റി ആയിട്ടാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇത് കർമൂസ മാങ്ങയാണ്. മാമി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ മാമിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് ഞങ്ങളൊന്ന് എടുത്തു. അതാണിത്. അപ്പോൾ നമുക്കൊന്ന് മുറിച്ചാലോ? ഹലോ, ഇപ്പം നമ്മുടെ മാങ്ങ കുനുകുനാന്ന് മുറിച്ചെടുത്ത് അതിൻ്റെ യഥാർത്ഥ ഷേപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തുണി എടുക്കുക. തുണീൻ്റെ അകത്തേക്ക് മാങ്ങ വെച്ചിട്ട് നമ്മൾ ആദ്യം ഉപ്പ് കുറച്ച് നടുവിലേക്ക് കോരിയിടുക. കുറച്ച് കോരിയിട്ടിട്ട് അതിന് ശേഷമായപ്പോൾ കുറച്ച് ഉപ്പ് മുളകും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ മുളകിട്ട് കൊടുത്തു. അതുകൂടെ ഇതാക്കി മിക്സ് ചെയ്ത് അതിന് ശേഷം ഞാൻ എൻ്റെ മസാലയൊക്കെ ഇതാക്കിവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമായപ്പോൾ കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. കൈയോട് മിക്സായി കൊടുത്തതിന് ശേഷമായപ്പോൾ ഒരു ചെറിയൊരു വേറെ സാധനം കൂടി ഉണ്ട്. ഇത്തിരി വെള്ളം കൂടെ ആക്കി കൊടുത്തു. വെള്ളമാക്കി കൊടുത്തപ്പോൾ ഇതിൻ്റെ മസാലയുടെ കളർ ഇതാണ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ വിടവുകളിലൊക്കെ തേച്ചങ്ങ് പിടിപ്പിക്കാം. തേച്ചങ്ങ് പിടിപ്പിച്ചിട്ട് കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഇരിക്കുകയാണേ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതെടുക്കുക. ആരൊക്കെയൊക്കെ തോണ്ടി കൊണ്ടുപോകുന്നുണ്ട് തിന്നാനൊക്കെ കേട്ടോ. ഇതാണ് എൻ്റെ മാമൻ്റെ മോള് ആർദ്ര എന്ന പേര്. അവൾ കാത്തിരിക്കുകയാണ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ മാങ്ങ ഏകദേശമൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇത് നടുവിൽ ഇങ്ങോട്ട് വെച്ച് ഉള്ള മസാലയൊക്കെ വാരി ഇതിൻ്റെ മേലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സ്റ്റോപ്പ്. എന്നിട്ട് നമ്മുടെ ഉള്ളിലൊന്നും മുളകുണ്ടാവില്ല. പുറത്ത് തേച്ചിട്ട് കാര്യമില്ലല്ലോ, ഉള്ളിലുണ്ടാവണ്ടേ, എന്നാലല്ലേ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ ഇരിക്കുന്ന കുറച്ചുകൂടെ ഉപ്പെടുത്ത് മുളകെടുത്ത്